ഹായ് നമസ്കാരം, കല്ലുവാണ്. രാജ് കലേഷ് ഒഫീഷ്യലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഞാനിപ്പോൾ കാസർഗോഡ് ജില്ലയിലെ പേരാകണ്ണൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടെ ബെയ്ത്ത് അബ്ദുള്ള എന്ന് പറയുന്ന പുതിയ വീട്, ബെയ്ത്ത് അബ്ദുള്ളയുടെ വിശേഷങ്ങളാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. ഭൂപ്രകൃതിക്കനുസരിച്ച് മനോഹരമായൊരു സ്ഥലത്താണ് വീട് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ലാൻഡ്സ്കേപ്പിൻ്റെ പ്രത്യേകത എടുത്തു പറയേണ്ട കാര്യമാണ്. പല തരത്തിലുള്ള മരങ്ങൾ, പ്ലാവും മാവും പിന്നെ പല തരത്തിലുള്ള ഫ്രൂട്ട്സ് ഉണ്ടാകുന്ന ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടാണ് ഇതിൻ്റെ ലാൻഡ്സ്കേപ്പിംഗ് ചെയ്തിരിക്കുന്നത്. ഗംഭീരമായിട്ട് ലാൻഡ്സ്കേപ്പ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ വന്ന് കയറുന്ന ആ എൻട്രൻസിൽ നിന്ന് നോക്കുമ്പോൾ തന്നെ വീട് മുഴുവനായിട്ട് കാണുന്ന രീതിയിൽ വലിയ വീടാണ്. എനിക്ക് ഈ വീട്ടിലെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇവിടുത്തെ ഡൈനിങ് ഏരിയ ആണ്. അത് ഒരുപാട് പേർക്ക് ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കാൻ സൗകര്യമുള്ളൊരു ഡൈനിങ് ഏരിയ ആണ്. അതൊരു വിശാലമായ ഏരിയ ആണ്. ശരിക്കും ലിവിങ് സ്പേസും ഇതുമായിട്ട് കണക്റ്റഡ് ആണ്. അവിടെ ഒരു വാട്ടർ ബോഡി ഉണ്ട്. അതിൻ്റെ തൊട്ട് പിന്നിലായിട്ട് സ്റ്റെയർസിൻ്റെ അടിയിലായിട്ടൊരു അക്വേറിയം ഉണ്ട്. അപ്പോൾ ആ ഏരിയ ആണ് എൻ്റെ ഫേവറേറ്റ് പ്ലേസ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞാൽ കിച്ചൺ. നമ്മളിപ്പോൾ ലിവിങ് സ്പേസിലാണ്. ഇവിടെ 4 ലിവിങ് സ്പേസസ് ഉണ്ട്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡബിൾ ഹൈറ്റിലാണ്. അത് മാത്രമല്ല മുകളിൽ സ്റ്റൈലൻ ഒരു ഷാൻലിയറുണ്ട്. ഒരു റൗണ്ട് ഷേപ്പിലുള്ളൊരു ഷാൻലിയറാണ്. പിന്നെ സോഫാസ്, ഇമ്പോർട്ട് ചെയ്തിട്ടുള്ള സോഫാസാണ്. പിന്നെ ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ള ക്യൂറിയസ് ഇതിൻ്റെ ഡിസൈനിങ് എന്ന് വെച്ചാൽ വെളിച്ചം മുഴുവനായിട്ട് കടക്കത്തക്ക രീതിയിലാണ് ഇത് കേർട്ടൺ തന്നെ സെറ്റ് ചെയ്തിരിക്കുന്നത്. വെളിച്ചം മാക്സിമം ഉള്ളിലേക്ക് കടക്കത്തക്ക രീതിയിലുള്ളതാണ്. നല്ല ഭംഗിയാണ് കാണാൻ. നമ്മൾ മെയിൻ ഡോറിലൂടെ വന്നിറങ്ങിക്കഴിഞ്ഞാൽ ആദ്യം കാണുന്ന ലിവിങ് സ്പേസാണിത്. 3 സൈഡിലും ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ വെച്ചിട്ട് ഭംഗിയായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതും ഡബിൾ ഹൈറ്റാണ്. ഇവിടെയും ഒരു ഗംഭീര ഷാൻലിയറുണ്ട്. ഈ വീടിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇഷ്ടം പോലെ കാറ്റും വെളിച്ചവും ഉണ്ട് എന്നുള്ളതാണ്. പകൽ സമയത്ത് നമ്മുടെ ലൈറ്റ്സിൻ്റെ ആവശ്യമേ ഇല്ല. പിന്നെ നല്ല കാറ്റുമാണ്. ജനാലകൾ തുറന്നിട്ട് കഴിഞ്ഞാൽ നല്ല ക്രോസ് വെന്റിലേഷന് വേണ്ടിയിട്ടുള്ള സൗകര്യം ഡിസൈനേഴ്സ് ഒരുക്കിയിട്ടുണ്ട്. ഈ വീടിൻ്റെ ഡിസൈനർക്കൊരു വലിയ ഹാറ്റ്സ് ഓഫ്. കാരണം ഇത് ഡിസൈൻ ചെയ്തേക്കുന്നത് ഇഷ്ടം പോലെ വെളിച്ചവും കാറ്റും ഉള്ളിലേക്ക് വരുന്ന രീതിയിലാണ്. ഈ വീടിന് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ പെയിൻ എടുത്ത ആളാരാണ്? ഏറ്റവും കൂടുതൽ പെയിൻ എടുത്തെന്ന് പറഞ്ഞെങ്കിൽ നമ്മളെ ഫാദർ തന്നെയാണ്. കാരണം എന്താ വെച്ചെങ്കിൽ ഞങ്ങളെല്ലാം ഗൾഫിലും മറ്റനിയനാണെങ്കിൽ വേറെ ബാക്കി ബിസിനസ്സുകളിലായിട്ട് ശ്രദ്ധ. ഒരു പരിധിവരെ ഫാദർ തന്നെയാണ് നിന്ന് പിന്നെ ഈ വർക്കൊക്കെ കംപ്ലീറ്റ് ചെയ്തത്. ഇപ്പോൾ അവസാനം 2-3 മാസം ഞങ്ങൾ നിന്ന് ഫിനിഷിങ് ലെവലെടുത്തു എന്ന് മാത്രം. ബാക്കിയെല്ലാം മൂപ്പർ ഹാർഡ് വർക്കാണ് വീട് എന്ന് പറയുന്നത്. ഈ ബെയ്ത്ത് അബ്ദുള്ള എന്ന് പറയുന്ന അബ്ദുള്ളയുടെ വീടെന്നല്ലേ അർത്ഥം? അതെ. ബെയ്ത്ത് അബ്ദുള്ള എന്ന് പേരിടാനുള്ള കാരണം? ഫാദറിൻ്റെ പേര് അബ്ദുള്ള, എൻ്റെ മകനും അതേ പേരാണ് വെച്ചിട്ടുള്ളത്, അബ്ദുള്ളാണ്. അപ്പോൾ ഇനി ഭാവിയിലായെങ്കിലും മകനുകൾക്കുള്ള വീടല്ലേ, ഒറ്റ മകനാണ്. അപ്പോൾ ബെയ്ത്ത് അബ്ദുള്ളാൻ്റെ വീട്, അങ്ങനെ ഒരു ഇതാണ് ഉദ്ദേശിച്ചത്. ഈ വീട്ടിലെ എൻ്റെ ഫേവറേറ്റ് സ്പോട്ട് എന്ന് പറയുന്നത് ഡൈനിങ് ഏരിയ ആണ്. ഒരു ഓപ്പൺ ഡൈനിങ് ഏരിയ ആണ്. കിച്ചണിൽ നിന്ന് നേരിട്ട് സാധനങ്ങൾ ഇങ്ങോട്ടേക്ക് ചൂടോടെ എത്തിക്കാനായിട്ട് കിച്ചൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഇത് പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഇത് വളരെ വിശാലമായി ഈ വീട്ടിലെ ഓൾമോസ്റ്റ് എല്ലാ പോർഷനും ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. നമ്മൾ ഇരുന്ന് കഴിക്കുന്ന സ്ഥലത്തിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ടൊരു വാട്ടർ ബോഡിയുണ്ട്. ഡൈനിങ് ഏരിയയോട് ചേർന്നുള്ള വാഷ് ഏരിയയിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ആ പോർഷൻ ഗംഭീരമായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ വീട്ടിലുടനീളം ഗോൾഡിൻ്റെയും ആൻറ്റിക് ഗോൾഡിൻ്റെയും ഒരു കളർ സ്കീം കാണാൻ പറ്റും. ഇതിനകത്തും അത് അപ്ലൈ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഡൈനിങ് ഏരിയയോട് ചേർന്നുള്ള കിച്ചൺ എന്ന് പറയുന്നത് ഐലൻഡ് കിച്ചണാണ്. ഇവിടെ തന്നെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ ഉണ്ട്. അപ്പോൾ കുട്ടികളൊക്കെ വരുന്നുണ്ടെങ്കിൽ അവർക്ക് ഇവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ചൂടോടുകൂടി അപ്പം തന്നെ സെർവ് ചെയ്യാൻ പാകത്തിനുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ കം ഒരു ഐലൻഡ് കിച്ചണാണ്. എൻ്റെ വീടുണ്ടാക്കേണ്ടിരുന്ന സമയത്ത് എനിക്കൊരു ആഗ്രഹമായിരുന്നു ഐലൻഡ് കിച്ചൺ. അവിടെ സ്പേസ് കുറവായിരുന്നു, അതുകൊണ്ട് നോർമൽ കിച്ചൺ സെറ്റ് ചെയ്യേണ്ടി വന്നു. പക്ഷേ ഇവിടെ വന്ന് കണ്ടപ്പോഴത്തേക്കും ശരിക്കും
ഗംഭീരമായിട്ട് ഇത് സെറ്റ് ചെയ്തിട്ടുണ്ട്. വളരെ മനോഹരമായ, വളരെ സ്ട്രോങ് ആയ ഉഗ്രൻ മെറ്റീരിയൽ കൊണ്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. വളരെ സ്ട്രോങ് ആയിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഐലൻഡ് കിച്ചണാണ്. ഒപ്പം തന്നെ തൊട്ടടുത്തായിട്ട് തന്നെ സിങ്കും കാര്യങ്ങളൊക്കെ ഉണ്ട്, സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. അടിപൊളി കിച്ചൺ. ഇതല്ലാതെ വേറെ കിച്ചൺ കൂടി ഉണ്ട്, അത് പുറത്താണ്. നമ്മുടെ ഐലൻഡ് കിച്ചൺ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോഴത്തേക്കും നമ്മൾ കാണുന്ന ഒരു ഓപ്പൺ ലിവിങ് സ്പേസ് ആണ്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വീട്ടിൽ സ്ത്രീകളൊക്കെ ഏറ്റവും അടുത്ത ബന്ധുക്കളോ അല്ലെങ്കിൽ കൂട്ടുകാരൊക്കെ വരുമ്പോഴത്തേക്ക് ഇരുന്ന് സൊറ പറയാൻ പറ്റുന്നൊരു നല്ല ഏരിയയാണ്. ഇതിന് തൊട്ടപ്പുറത്തായിട്ട് മറ്റൊരു ബിൽഡിംഗ് ആണ്. അത് കണക്ട് ചെയ്തേക്കുന്ന ഒരു ഗ്ലാസ് റൂഫിംഗ് ഒക്കെ കൊടുത്തിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഒരു പാത്ത് വേ ഉണ്ട്. അപ്പോൾ ഇതിനകത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ അവിടെ സ്റ്റോറേജ് സ്പേസ് ഉണ്ട്, അതുപോലെ ഒരു കിച്ചൺ ഉണ്ട്, അവിടെ ഒരു പ്രൈവറ്റ് ഡൈനിങ് ഏരിയ ഉണ്ട്. നമ്മൾ നേരത്തെ കണ്ടത് ചെറിയൊരു കിച്ചൺ ആണെങ്കിൽ ഇപ്പോൾ കാണുന്നത് വിശാലമായൊരു കിച്ചണാണ്. ഇവിടെ വിറകടുപ്പിനുള്ള സൗകര്യമുണ്ട്. ഇവിടെ തന്നെ ഒരു പ്രൈവറ്റ് ഡൈനിങ് സ്പേസും ഉണ്ട്. പിന്നെ ഇതിനോട് ചേർന്ന് തന്നെ ഒരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. പിന്നെ ഒരു വാഷ് ഏരിയ ഉണ്ട്. ഞങ്ങൾ മെല്ലെപ്പോക്കായിരുന്നു. മെല്ലെപ്പോക്ക് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ തന്നെ 34 ഞങ്ങൾക്ക് എന്തില്ല, ഒരു പിരിഞ്ഞ് താമസിക്കാനൊരു ഇപ്പം തന്നെ 30 ഇവിടെ താമസിക്കും എന്ന് പറയുമ്പോൾ ഒരു മിസ്സിങ് ആണ്. അങ്ങനെ ഒരു ഭയങ്കര മെല്ലെപ്പോക്കായിരുന്നു. പിന്നെ ഉപ്പാൻ്റെ പ്രഷർ കാരണം മെല്ലെ എന്താക്കി തറയിട്ട് മെല്ലെ തുടങ്ങി മെല്ലെ ഇങ്ങനെ പോയി. ഒരു 6 മാസം മുമ്പ് നല്ലോണം പ്രഷർ ഇടാൻ തുടങ്ങി. ഉപ്പ അങ്ങനെ പാല് കാച്ചിയതിന് ശേഷം 3 മാസം ബ്രദറിൻ്റെ ഒറ്റ ആളെ പരിശ്രമം കൊണ്ട് 3 മാസമായിട്ട് ഇവിടെ തന്നെ. പല ആൾക്കാരും ചോദിച്ചു ഇത് തീരുവോ എന്നുള്ള സിറ്റുവേഷനിലായിരുന്നു. മൂപ്പര ആ എഫേർട്ട് കൊണ്ട് മാത്രമാണ് ഈ ഫിനിഷിങ് സ്റ്റേജിലേക്ക് ഇന്ന് എത്തിയത്. എത്ര നാളായി വീടിൻ്റെ വർക്ക് തുടങ്ങിയിട്ട്? ഏകദേശം 4 വർഷത്തോളമായി. ഫസ്റ്റ് 4 വർഷം എന്ന് പറഞ്ഞാൽ കൊറോണ വന്നപ്പോൾ നമ്മൾ മനഃപൂർവ്വം നിർത്തിയ പിന്നെ തുടങ്ങാൻ തന്നെ എന്താക്കി കുറച്ച് ലാഗാക്കി. പിന്നെ എന്തെങ്കിലും ലാഗാക്കാൻ കാരണം കിട്ടുമ്പോൾ ലാഗാക്കി കൊണ്ടിരുന്നു. ചുരുക്കി പറഞ്ഞ കാരണം ഇതന്നെ, എല്ലാവർക്കും ഒന്നിച്ച് താമസിക്കാനാണെന്ത് ഇൻട്രസ്റ്റ്. ഇപ്പോൾ ഇന്നലെ ഇപ്പം പറയും നാളെ മുതൽ ഞാൻ അവിടേക്കുമല്ലോ, ഞാൻ ഇവിടെ വന്നിട്ട് അവിടെ പോകുമെന്ന് പറയും. ആ രീതിയിലാണ് ഒരു മിസ്സിങ്. ഞങ്ങളിപ്പോൾ ഗൾഫിലായാലും ഗൾഫിൽ ഞങ്ങൾ രണ്ടുപേരും മെയിൻ ഗൾഫിലാണ്. ഞാനും എൻ്റെ നേരെയുള്ള ബ്രദറും ഒന്നിച്ചാണ് താമസം. 4 പേരുണ്ടാകുമ്പോൾ 4 പേരും ഒറ്റ വില്ലയിൽ താമസിക്കും. ഇതുവരെ വേറെ വില്ലയിലൊന്നും താമസിച്ചിട്ടില്ല. ആ ഒരു മിസ്സിങ് ഉണ്ടാവും ബ്രദർ ഇടാകുമ്പോൾ. ഇതിവിടുത്തെ കിഡ്സ് ബെഡ്റൂമാണ്. ഒരു ബങ്ക് ബെഡാണ്, നല്ല സ്റ്റൈലിഷ് ബങ്ക് ബെഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ മുകളിൽ ചെറിയൊരു ബെഡും താഴെ വലിയ ബെഡുമാണ്. സാധാരണ എപ്പോഴും ബങ്ക് ബെഡ് കാണാറുള്ളത് രണ്ടും ചെറുത് തന്നെയാണ്, ഒരേ സൈസിലുള്ളത് തന്നെയാണ്. പക്ഷേ ഇത് ഒരു വലിയ ബെഡ് എന്ന് വെച്ചാൽ പിന്നെ ഏത് കാലത്തും യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള, കുട്ടികൾ വലുതായി കഴിഞ്ഞാലും യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ളൊരു ബങ്ക് ബെഡാണ്. ഈ മുകളിലത്തെ ബങ്ക് ബെഡിന് വേണ്ടിയിട്ട് നിങ്ങൾ അടി ഉണ്ടാക്കിയിട്ടുണ്ടോ? ഇല്ല. ആർക്കാ മുകളിലത്തെ ബങ്ക് ബെഡ് ഉള്ളത്? അബ്ദുള്ളക്കാണ്. ഇതുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു പാത്ത് വേ ഉണ്ട് മാസ്റ്റർ ബെഡ്റൂമിലേക്ക്. അപ്പോൾ കുട്ടികളെ നന്നായിട്ട് ഒബ്സർവ് ചെയ്യാനും അവരുടെ കൂടെ നിൽക്കാനും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഒരു പാത്ത് വേ ഉണ്ട്. ആ പാത്ത് വേ കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ കുട്ടികളുടെ റൂമായി. ഇതാണ് ഇതിൻ്റെ മാസ്റ്റർ ബെഡ്റൂം. വൈറ്റ് തീമിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ ഹെഡ് ബോർഡ് ഏരിയയിൽ ആഷ് കളറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ നല്ല വെളിച്ചം വരുന്ന ഏരിയയാണ്. കിഴക്ക് സൂര്യൻ ഉദിച്ച് വരുന്ന സമയത്ത് തന്നെ റൂമിലേക്ക് പ്രകാശം പരക്കുന്ന രീതിയിലാണ് ഈ മാസ്റ്റർ ബെഡ്റൂം സെറ്റ് ചെയ്തിരിക്കുന്നത്. മാസ്റ്റർ ബെഡ്റൂമും കുട്ടികളുടെ റൂമിൽ തമ്മിലുള്ള കണക്ഷൻ ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. അത് എന്താ വെച്ചാൽ ആരുടെ ഐഡിയ ആണത്? അത് എൻ്റെ തന്നെ ഐഡിയ ആണ്. കാരണം എന്താ വെച്ചെങ്കിൽ കുട്ടികൾക്ക് അവിടെ റൂമുണ്ട്, ഞങ്ങൾക്കാണെങ്കിൽ പ്രൈവസിയാണ്. ഇവിടുന്ന് ലോക്ക് ചെയ്യുക, എനി ടൈം രാത്രി അവിടെ കിടക്കുന്നുണ്ടെങ്കിൽ പോവാൻ നോക്കാം. കുട്ടികളുടെ ഒരു റൂമാണെന്ന് വെച്ചെങ്കിൽ ഒരു റൂമാണ്, അല്ലേന്ന് വെച്ചാൽ 2 റൂമാണ്. മെയിൻ ഡോർ അല്ലാതെ തന്നെ ഇതിനകത്തൂടി ഒരു പാത്ത് വേ ഉണ്ട്. അത് കിഡ്സ് ബെഡ്റൂമിലേക്കാണ് പോകുന്നത്. അപ്പോൾ അവരെ ചെറിയ കുട്ടികളാണെങ്കിലൊക്കെ ടേക്ക് കെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു പാത്ത് വേ കൊടുത്തിരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ആ പാത്ത് വേയിൽ തന്നെയാണ് വാഷ്റൂം ഉള്ളത്. അത് ഒരു സ്റ്റൈലൻഡ് വാഷ്റൂമാണ്.
സഹനാവവതു സഹനോ ഭുനത്തു സഹവീര്യം കരവാവഹി. എല്ലാവരും ഒരുമിച്ച് കൂടുക, ഒരുമിച്ച് ആഹാരം കഴിക്കുക, വീരന്മാരാവുക. അപ്പോൾ ഇത് നമ്മുടെ ഭാരത സംസ്കാരത്തിലുടനീളം നമ്മൾ കാണപ്പെട്ടു വരുന്നൊരു സാധനമാണ്. അതിനേക്കാൾ കുറച്ചുകൂടെ എവിഡൻ്റ് ആയിട്ട് കാണാൻ പറ്റുന്നത് അറബി സംസ്കാരത്തിലാണ്. മജ്ലിസ് ആയിട്ട് ഇരിക്കുക എന്ന് പറയും. എല്ലാവരും കൂടി ഒരുമിച്ച് കൂടിയിരിക്കുന്ന സൊറ പറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ നോമ്പ് തുറയ്ക്ക് വേണ്ടിയിട്ട് എല്ലാവരും ഒരുമിച്ചിരിക്കുന്ന ഒരു രീതി അറബി നാട്ടിലാണ്. എല്ലാ അറബി വീടുകളിലും മജ്ലിസ് ഉണ്ട്. ഇവിടെ പിന്നെ ബെയ്ത്ത് അബ്ദുള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അബ്ദുള്ളയുടെ വീടെന്നാണ് അതിനർത്ഥം. ഈ ബെയ്ത്ത് അബ്ദുള്ളയിൽ 18 പേർക്ക് ഇരിക്കാവുന്ന ഒരു വലിയ മജ്ലിസ് ഏരിയയാണ്. വളരെ വിശാലമായ ഒരു ഏരിയയിൽ എല്ലാവരും ഒരുമിച്ചിരുന്ന് പിന്നെ ഗാവയൊക്കെ കുടിച്ച് സൊറ പറഞ്ഞിരിക്കാൻ പറ്റിയൊരു സ്ഥലമാണ്. പിന്നെ ഇതിൻ്റെ വർക്കുകൾ യൂസ് ചെയ്ത്, ഇതിൻ്റെ പാനലിംഗ് ഒക്കെ യൂസ് ചെയ്തിരിക്കുന്ന ജാളി വർക്കാണ് മെയിനായിട്ട് വരുന്നത്. പിന്നെ 2 ഷെയ്ഡിലുള്ള കർട്ടനുണ്ട്. ഒരു ബെയ്ജ്, പിന്നെ വൈറ്റ് മാറി വരുന്ന, പിന്നെ ബ്ലൂ ആണ് ഇതിനകത്ത് യൂസ് ചെയ്തേക്കുന്ന ഒരു കണ്ടൻറ്റ് എന്ന് പറയുന്നത്. കൗച്ചസ് ഒക്കെ ബ്ലൂ കളറിലാണ്. ഇതെല്ലാം കൂടി ചേർന്ന് കാണുമ്പോഴത്തേക്കൊരു മനോഹരമായ കാഴ്ച തന്നെ. വളരെ മനസമാധാനത്തോടു കൂടി വളരെ ഭംഗിയുള്ള സ്ഥലത്ത് നമുക്ക് സൊറ പറഞ്ഞിരിക്കാൻ പറ്റുന്ന ഒരു മജ്ലിസ് ഏരിയ. ഏത് ഏരിയയാണ്? മജ്ലിസും പിന്നെ ഏറ്റവും അട്രാക്ഷൻ ആയിട്ട് എനിക്ക് തോന്നുന്നത് ആ സ്റ്റെയറും അതിൻ്റെ പിന്നിലുള്ള ഗ്ലാസും. ഇവിടുത്തെ സ്റ്റേഴ്സിലാണ് ഞാനിപ്പോൾ ഇരിക്കുന്നത്. മനോഹരമായൊരു സ്ഥലമാണ്, കാണാൻ നല്ല ഭംഗിയാണ്. നമ്മളിങ്ങനെ ലിവിങ് സ്പേസിൽ നിന്ന് നോക്കുമ്പോഴത്തേക്ക് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് കാണുന്ന ഇവിടുത്തെ സ്റ്റേഴ്സാണ്. അത് തടിയിലാണ് തീർത്തിരിക്കുന്നത്. അതിനകത്ത് ഒണിക്സ് വെച്ചിട്ട് ഒരു ലൈറ്റ് സോഴ്സ് കൊടുത്തിട്ടുണ്ട്. അതിന് നല്ല ഭംഗിയാണ് കാണാനായിട്ട്. പിന്നെ ഓട്ടോമേറ്റഡ് കേർട്ടൻസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മൾ മുകളിലേക്ക് പോകുന്ന സമയത്ത് വേണമെങ്കിൽ ഓപ്പൺ ചെയ്തിട്ട് പോകാൻ പറ്റും. പകൽ സമയത്ത് അവിടെ നിന്നിട്ട് പുറത്തേക്കുള്ള കാഴ്ചയും മനോഹരമാണ്. ഈ സ്റ്റേഴ്സ് ഇവിടുത്തെ ഒരു നല്ല എന്ന് വെച്ചാൽ ഏറ്റവും അട്രാക്ഷനുള്ള, നമ്മൾ ഒരാൾ ഫ്രണ്ടിൽ നിന്ന് വരുമ്പോൾ തന്നെ ആദ്യം കാണുന്ന ഒരു സംഭവം ഈ സ്റ്റേഴ്സാണ്. ആ സ്റ്റെപ്പ് എവിടെയാണ് കണ്ടിട്ടുള്ളത്? അത് ഹിന്ദി സീരിയലിൽ വെച്ച് കണ്ടതാണ്. അപ്പോൾ അത് ഇഷ്ടപ്പെട്ടുകൊണ്ട് നമ്മൾ വീടിന് അങ്ങനെ ചെയ്യാൻ നോക്കും. വുഡിൻ്റെയും ഗോൾഡിൻ്റെയും ഒരു കമ്പൈൻ പാറ്റേൺ ആണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന ഒരു കളർ എന്ന് പറയുന്നത്. ഇത് ഗസ്റ്റ് ബെഡ്റൂമാണ്. ഇതിനകത്ത് യൂസ് ചെയ്തേക്കുന്ന കളേഴ്സ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വുഡും ഗോൾഡും ആണ്. അതിനോടൊപ്പം ആഷും യൂസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ കൊടുത്തിരിക്കുന്ന സാധനങ്ങളെല്ലാം, ഇവിടുത്തെ ചെറിയ ചെറിയ ക്യൂരിയസ് മുഴുവൻ ഗോൾഡ് ടച്ചുള്ള സാധനങ്ങളാണ്. പിന്നെ നല്ല ലൈറ്റുള്ള, ഇപ്പോൾ പകൽ വെളിച്ചത്തിലൊക്കെ ആണെങ്കിൽ മനോഹരമായൊരു റൂമാണ്. നൈറ്റിൻ്റെ ആംബിയൻസ് ഞാൻ അനുഭവിച്ചറിഞ്ഞിട്ടില്ല, പക്ഷേ പകൽ ഒരു രക്ഷയില്ലാത്ത കാഴ്ചയാണ്. പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാലും മനോഹരമായ കാഴ്ചയാണ്. ഇനി ഇവിടെ ഒരു വാർഡ്രോബ് ഉണ്ട്. അത് സെറ്റ് ചെയ്തിരിക്കുന്നത് വെൽവെറ്റ് ക്ലോത്ത് കൊണ്ടാണ് അതിൻ്റെ ഉൾഭാഗം സെറ്റ് ചെയ്തിരിക്കുന്നത്. വുഡും ഗോൾഡും ആഷും, അതാണ് അതിൻ്റെ ഒരു കളർ സ്കീം എന്ന് പറയുന്നത്. ഒരു രക്ഷയില്ലാത്ത വാർഡ്രോബാണ്. ഇവിടെ ഒരു ചെറിയ പ്രൈവറ്റ് ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു കോഫി ടേബിളൊക്കെ ഇട്ടിട്ടുണ്ട്. റിലാക്സ് ചെയ്ത് കോഫി കുടിക്കാൻ പറ്റും. ഇപ്പോഴത്തെ കാലഘട്ടം എന്ന് പറയുന്നത് നമുക്ക് കുറച്ച് സ്ട്രെസ്സൊക്കെ ഉണ്ടെങ്കിൽ ഈ സ്റ്റേഴ്സിൻ്റെ താഴെയായിട്ട് ഒരു മനോഹരമായൊരു അക്വേറിയം സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ അക്വേറിയൊക്കെ കണ്ട് അതിലെ മീനുകളെയൊക്കെ കാണുമ്പോഴത്തേക്ക് നമുക്കൊരു റിലാക്സേഷനൊക്കെ കിട്ടും. പിന്നെ ഇവിടുത്തെ ക്രോസ് വെൻറ്റിലേഷൻ നന്നായിട്ട് കൊടുത്തിട്ടുണ്ട്. വെളിച്ചത്തിന് യാതൊരു കുറവുമില്ല. ഇലക്ട്രിസിറ്റി വളരെ കുറച്ച് മതി വീട്ടിൽ. കാരണം ഈ കേർട്ടൻസ് ഒക്കെ ഓപ്പൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നല്ല ലൈറ്റ് കിട്ടും. ഇവിടെ വന്ന് ഇരുന്ന് റിലാക്സ് ചെയ്യാൻ പറ്റിയ ഒരു മനോഹരമായ സ്പോട്ടാണ്. സ്റ്റേഴ്സിൻ്റെ അടി മനോഹരമായി യൂസ് ചെയ്തിട്ടുണ്ട്. ഈ വുഡൻ ടൈലാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഈ വീട്ടിലെ പല ബെഡ്റൂമുകളും പല കളർ സ്കീമിലാണ് ചെയ്തിരിക്കുന്നത്. എല്ലാം മിനിമലിസ്റ്റിക് ആണ്. മിനിമം കളേഴ്സാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇതൊരു വൈറ്റിൻ്റെ ടോൺ, വൈറ്റ്, ആഷ്, ബീജ് എന്നീ ടോണുകളിലാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ള പല സാധനങ്ങളും നമുക്ക് കാണാൻ നല്ല ഭംഗിയുള്ളതാണ്. പല ക്യൂരിയസും കാണാൻ നല്ല ഭംഗിയാണ്. ഇതിനകത്ത് യൂസ് ചെയ്തേക്കുന്ന സാധനങ്ങളൊക്കെ നിങ്ങൾ കണ്ടു നോക്ക്, നിങ്ങൾക്ക് മനസ്സിലാവും. ഈ വീട്ടിലെ ഓരോ മുറികൾ ശ്രദ്ധിച്ചാലും മനസ്സിലാവും ഇതിൻ്റെ ഡിസൈനർ അത്രയും പെർഫെക്റ്റ് ആയിട്ട് അത് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാ മുറികളിലും നല്ല കാറ്റും വെളിച്ചമാണ്.
ഈ ജനാലകൾ തുറന്നിട്ട് കഴിഞ്ഞാൽ ഈ ഭാഗത്തുകൊണ്ട് ഇതിൻ്റെ 2 ഭാഗത്ത് ജനാലകളുണ്ട്. ആ ജനാലകൾ തുറന്നിട്ട് കഴിഞ്ഞാൽ ശരിക്കും കാറ്റും വരും, വെളിച്ചവും വരും. എയർ കണ്ടീഷൻ്റെ ആവശ്യമില്ല. ഈ വീട് മുഴുവൻ സെൻട്രലൈസ്ഡ് AC ആയിട്ട് ചെയ്തേക്കാണ്. ഇനിയിപ്പോൾ കാറ്റും വെളിച്ചവും തട്ടി ജീവിക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ നല്ല കാറ്റും നല്ല വെളിച്ചവും ഇതിനകത്തേക്ക് വരും. അങ്ങനെയാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിനകത്ത് മിനിമം കളർ സ്കീമുകളാണ് യൂസ് ചെയ്തിട്ടുള്ളത്. വുഡും ആഷും ഒക്കെയാണ് ഇതിൻ്റെ ഒരു ടിൻറ്റ് കൊടുത്തേക്കുന്നത്. ഈ വീടിൻ്റെ ചില ഏരിയകൾ വളരെ ചെറിയ ഏരിയയാണ്, എന്നാൽ പോലും വളരെ പിക്ചറസ്ക് ആയിട്ട് അവർ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ വാൾപേപ്പറും ചില ലൈറ്റ്സും ചില ക്യൂറിയസും ചില ടേബിളും ഒക്കെ വെച്ചിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. വളരെ മനോഹരമായ കാഴ്ചയാണ്. ഇൻറ്റീരിയർ ഡിസൈനർക്ക് ഒരു സല്യൂട്ട്. സാധാരണ ഒരു വീട് കണ്ടു കഴിഞ്ഞാൽ ഞാൻ കാര്യമായിട്ടൊന്നും ശ്രദ്ധിക്കാറില്ലായിരുന്നു. ചുറ്റാകെ ഒന്ന് നോക്കും, ഭംഗിയുണ്ടോ എന്ന് നോക്കും, ഇൻട്രിക്കേറ്റായിട്ട് ഡീറ്റെയിലിംഗ് ഒന്നും ശ്രദ്ധിക്കാറില്ല. പക്ഷേ വീട് പണി തുടങ്ങിയതിന് ശേഷം എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കാറുണ്ട്. ഞാൻ പ്രത്യേകിച്ച് നോക്കിയത് ഇവിടുത്തെ ഷാൻഡ്ലീസാണ്, ഇവിടുത്തെ ലൈറ്റ്സ്. ഇവിടെ യൂസ് ചെയ്തേക്കുന്ന ലൈറ്റ്സ് എല്ലാം യുണീക്കാണ്. എനിക്ക് തോന്നുന്നത് ഇമ്പോർട്ട് ചെയ്തിട്ടുള്ള ലൈറ്റ്സ് ആണെന്നാണ്. പ്രത്യേകിച്ച് ഷാൻഡ്ലി ഇവിടെ നോക്കുമ്പോഴത്തേക്ക് 4 ഷാൻഡ്ലിയേഴ്സ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. 4 ടൈപ്പിലുള്ള 4 ഡിസൈനാണ്. എല്ലാം ഡിസൈനർ ലൈറ്റ്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ലൈറ്റുകളൊക്കെ ഓൾമോസ്റ്റ് 99% ദുബായിൽ നിന്ന് തന്നെയാണ് പർച്ചേസ് ചെയ്തത്. എല്ലാം ഫർണിച്ചറുകൾ തന്നെയാണ് ദുബായിൽ നിന്ന് തന്നെയാണ്. പാനമറൈറ്റ്സ്, ഐക്യ, അതുപോലുള്ള ഈ ഡെക്കോർ ഐറ്റംസ് ആണെങ്കിലും എല്ലാം മാക്സിമം ഐറ്റംസ് ദുബായിൽ നിന്ന് തന്നെയാണ്. ഇതിൻ്റെ വർക്ക് തുടങ്ങിയിട്ട് ആക്ച്വലി 3 വർഷം ആയി. പിന്നെ ഇതിൻ്റെ ഹാർഡ് വർക്ക് എന്ന് പറയുന്നത് ഓരോ എലമെൻസിലും അതിന് ഹാർഡ് വർക്ക് ഉണ്ട്. പിന്നെ ഈ ലാസ്റ്റ് മൊമെൻറ്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ വെയിറ്റ് ചെയ്യുന്നത്. അത് വളരെ ഹാപ്പിയാണ്. ഓരോരുത്തരെ എന്താ പറയുക റെസ്പോൺസ് കേൾക്കുമ്പോഴും അവരെ ഹാപ്പിനെസ് കാണുമ്പോഴും നമ്മൾ വളരെ സന്തോഷമാണ്. ഉപ്പ പറയും ഇവരെ കൊണ്ട് പറ്റില്ല, ഞാൻ ഇവരെ കൂട്ടിയാൽ ഇത് പോകുന്ന മട്ടില്ല. പിന്നെ 2 മാസം മുമ്പ് ഇവർക്ക് 4 പേർക്ക് കർശനമായിട്ട് ഇത് കൊടുത്തു. എന്തായാലും തീർത്തിട്ട് നമുക്ക് ഡിസംബർ 29 കൂടിയാവണം. ഇത് ഡേറ്റ് നിങ്ങൾ വേണമെങ്കിൽ ഇരുന്നു, ഇതാണ് ഡേറ്റ്. ആ സമയത്ത് നിങ്ങൾക്ക് എത്ര തീർക്കാൻ പറ്റും അത് തീർത്ത് തരണം. എത്ര നമ്മൾ ഇല്ലെങ്കിൽ നമ്മൾ എന്തായാലും ഈ ഡേറ്റിൽ നമ്മൾ എന്തായാലും കയറും. ഈ ഓണത്തിനിടയ്ക്ക് പുട്ടുകച്ചവടം എന്നൊക്കെ പറയുന്ന പോലെ ഇവിടെ പാലുകാച്ച് നടക്കുന്ന അതേ വേദിയിൽ വെച്ച് ഉപ്പ മക്കൾക്ക് ഒരു വാഹനം കൈമാറുന്ന ഒരു ചടങ്ങുണ്ട്. ഇതാ വാഹനം ഇങ്ങനെ മൂടിയിട്ടേക്കാണ്. മെഴ്സിഡീസ് ബെൻസിൻ്റെ മേബാക്ക് ആണെന്നാണ് ഇത് കണ്ടിട്ട് തോന്നുന്നത്. അതിൻ്റെ കണ്ണൊക്കെ കണ്ടിട്ട് എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. എന്തായാലും ഇപ്പോൾ ആ സർപ്രൈസ് റിവീൽ ചെയ്യാൻ പോവാണ്. അവരിപ്പോൾ വരുന്നുണ്ട്. ഇപ്പോൾ വന്നു കഴിഞ്ഞാൽ ഉപ്പ മക്കൾക്ക് ബെയ്ത്ത് അബ്ദുള്ള എന്നാണ് ഈ വീടിൻ്റെ പേര്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അബ്ദുള്ളയുടെ വീട് എന്നാണ് അർത്ഥം. അപ്പോൾ ഉപ്പയായ അബ്ദുള്ള മക്കൾക്ക് കീ കൈമാറുന്ന ചടങ്ങ്. അങ്ങനെ ഒരാളെ പറ്റി പറഞ്ഞാൽ എൻ്റെ മക്കൾ 4 കൂടി എല്ലാ 4 കൂടി എല്ലാ പ്രശ്നം കൊണ്ട് ഇതായത്. ഇനി വേണ്ടി പൈസ വേണമല്ലോ.
നമുക്ക് പിന്നെ വയസ്സായില്ല ഇപ്പോൾ ഇവിടെ. അവരിങ്ങനെ പൈസ അയച്ചു തന്ന് ഞാൻ ഇതിൻ്റെ പണി തീർത്തുകൊണ്ട് തന്നു. ഇത്രയായിട്ട് അവരോട് മാത്രമേ എനിക്ക് നന്ദി പറയാനുള്ളൂ, ബാക്കി എൻ്റെ മക്കളോടെല്ലാം. ശരിക്കും എന്നെ ഇങ്ങോട്ടേക്ക് ക്ഷണിച്ചത് മുസ്തഫക്കയാണ്. നിള കാറ്റേഴ്സിൻ്റെ ഉടമയാണ് മുസ്തഫക്ക. മുസ്തഫക്ക ഫുഡിൻ്റെ ഒരു വ്ളോഗ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്നെ ഇങ്ങോട്ടേക്ക് ക്ഷണിച്ചത്. പക്ഷേ ഈ വീട് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് അത്രയും ഭംഗി തോന്നിയത് കൊണ്ടാണ് അതൊരു വീഡിയോ ആക്കി മാറ്റിയത്. ഇതിനകത്ത് ഏറ്റവും സന്തോഷം തോന്നിയൊരു കാര്യം, ഇവിടുത്തെ ഒരാൾ, കാസർഗോഡുള്ള ഒരാൾ പറഞ്ഞ കാര്യങ്ങൾ, അത് വീഡിയോയിൽ വരാൻ താല്പര്യമില്ലാത്ത ആളാണ്. അവർ പറഞ്ഞ ഒരു ഓഡിയോ എൻ്റെ കയ്യിലുണ്ട്, അത് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. അത്രയും സ്വാദിഷ്ടമായ ഫുഡായിരുന്നു നിള ഇവിടെ വിളമ്പിയത്. പേരെന്താണ് തേടെ? സുഹറ. ഫുഡ് എങ്ങനെയുണ്ട് നിളയുടെ ഫുഡ്? അടിപൊളി ഫുഡ്. ഇത് ജീവിതത്തിൽ ഇങ്ങനത്തെ ഫുഡ് കണ്ടിട്ടില്ല, ഈ നാട്ടിൽ ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല. ഏകദേശം എനിക്ക് മനസ്സിലാകുന്നിടത്തോളം. ഈ വീടിൻ്റെ പാലുകാച്ചനോടനുബന്ധിച്ച് ഏകദേശം 14,000 പേരെങ്കിലും ഫുഡ് കഴിച്ചിട്ടുണ്ടാവും എന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. അപ്പോൾ അതിൻ്റെ കാഴ്ചകൾ അടുത്ത എപ്പിസോഡിൽ കാണാം നമുക്ക്.